ഹായ് 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 അപ്പോൾ നമ്മുടെ NMS എക്സാം ഇത് അടുത്തെത്തി. ഇനി അധികം സമയമൊന്നുമില്ല. അപ്പോൾ എക്സാമിന് വേണ്ടി ചുരുങ്ങിയ നേരം കൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ, നമുക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കായിരിക്കും നമ്മളിൽ. NMS എക്സാം ആവട്ടെ, അതുപോലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, അവിടെയൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പേറ്റേൺ ആണ് കേട്ടോ ഇത്. ഈ പേറ്റേണിൻ്റെ ഉത്തരം നമ്മൾ പല രീതിയിൽ ആലോചിച്ച് നോക്കിയാലും നമുക്ക് കിട്ടൂല. നമ്മൾ ആദ്യം എന്താ ചെയ്യുക, എത്ര വിധം കൂടിയാണ് പോയത് നോക്കും. പിന്നെ നമ്മൾ എത്ര വിധമാണ് കുറഞ്ഞു പോയത് നോക്കും. അങ്ങനെ ഒന്നും നോക്കിയാൽ നമുക്കിതിലുള്ള പാറ്റേൺ കണ്ടെത്താൻ കഴിയൂല. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ കാണുക? ഒരു പാറ്റേൺ ഉത്തരം കാണാൻ നമ്മൾ വേറെ രൂപത്തിലും കൂടി ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത വഴിയിൽ ചിന്തിച്ചാലാണ് ഇതിന് ഉത്തരം കിട്ടുക. ഈ പാറ്റേണിൻ്റെ ഉത്തരം എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ, ആദ്യത്തെ നമ്പർ നോക്കുക. എന്താണ്? 174. 174 ഏതൊക്കെ അക്കങ്ങളുണ്ട്? 1 ഉണ്ട്, 7 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? ഈ അക്കങ്ങളൊക്കെ കൂട്ടി നോക്കുക. 1ഉം 7ഉം കൂട്ടിയാൽ 8, അതിലോട്ട് 4 കൂട്ടിയാൽ അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ 174 അക്കങ്ങളൊക്കെ നമ്മൾ കൂട്ടി നോക്കി, അപ്പോൾ 12 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിലുള്ള അക്കങ്ങൾ കൂട്ടിയാൽ 12. ഇനി അടുത്തത് 373. അതിലുള്ള അക്കങ്ങളൊക്കെ നമുക്കൊന്ന് കൂട്ടി വെക്കാം. 373 അക്കങ്ങളൊക്കെ കൂട്ടിയാൽ എന്താ കിട്ടുക? 3ഉം 7ഉം കൂട്ടിയാൽ 10, 10ലോട്ട് 3 കൂട്ടിയാൽ 13 എന്ന് കിട്ടും. അപ്പോൾ ഇതിലുള്ള അക്കങ്ങൾ കൂട്ടിയാൽ 13. അടുത്തത് 473. ഇതിലുള്ള അക്കങ്ങളൊക്കെ കൂട്ടിയാൽ നമുക്ക് 14 കിട്ടും. അടുത്തത് 474. ഇതിലുള്ള അക്കങ്ങൾ കൂട്ടിയാൽ നമുക്ക് 15 എന്ന് കിട്ടും. അടുത്തത് 277. ഇതിലുള്ള അക്കങ്ങളൊക്കെ കൂട്ടിയാൽ നമുക്ക് 16 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ അക്കങ്ങൾ കൂട്ടിയാൽ 12, 13, 14, 15, 16. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ അതിലുള്ള അക്കങ്ങളൊക്കെ കൂട്ടിയാൽ 17 എന്ന് വരണം. അപ്പോൾ 17 അക്കങ്ങൾ കൂട്ടിയാൽ വരുന്നത് ഇതിൽ ഏത് ഓപ്ഷനാണെന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കുമല്ലോ ഉത്തരം. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനിലുള്ള അക്കങ്ങൾ കൂട്ടിയാലാണ് 17 വരിക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് വേണം ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ രൂപത്തിലും ചോദ്യങ്ങൾ വരും. ഈ രൂപത്തിലും ചില സമയത്ത് നമ്മൾ സീരീസ് എന്നാൽ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇതിന് ഉത്തരം എന്താണ് വരിക എന്നറിയുമോ? 374. ഇതിൽ അക്കങ്ങൾ കൂട്ടിയാൽ നമുക്ക് 14 കിട്ടുക. 14 വേണ്ടതല്ല, 17 വേണ്ടത്. 872. ഇതിൽ അക്കങ്ങളൊക്കെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 17 കിട്ടുക. 17 വേണ്ടത്? ആണ്. ഇതിൽ അക്കങ്ങളും കൂട്ടിയാൽ എന്താ? 17. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയുള്ള എല്ലാ അക്കങ്ങളൊക്കെ കൂട്ടിയാലോ? ഇതിൽ അക്കങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടുക. ഇതിൽ അക്കങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടുക. അപ്പോൾ 17 വരുന്നത് ഇതിൽ മാത്രമുള്ള ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതുപോലെ ഉത്തരം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളും നമ്മുടെ NMS എക്സാമിന് വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ പക്ഷെ മറ്റൊരു ടൈപ്പായിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇതിനുത്തരം എന്താണ് വരിക എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനുത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കാത്ത പക്ഷേ എക്സാമിന് വരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് എജ്യൂപൊട്ടൻ ഈ ചാനൽ പരിചയപ്പെടുത്തി തരും. നമ്മൾ അറിയാത്ത ചോദ്യങ്ങൾ എക്സാമിന് വരുമ്പോഴാണ്. നമ്മൾ കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല. എക്സാമിന് ഏത് രൂപത്തിൽ ചോദ്യങ്ങൾ വരുമോ അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. എങ്കിലാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലേ? അപ്പോൾ ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എജ്യൂപൊട്ടൻ ഈ ചാനലിൽ കിട്ടും കേട്ടോ. നമുക്ക് എന്തായാലും ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് കാണാം. ബൈ ബൈ.